അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മാനവകുലത്തിൻ്റെ മാർഗദർശനത്തിനായി അഖിലാധിപൻ അവതരിപ്പിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമാനുഷിക ദൃഷ്ടാന്തവും സകല മനുഷ്യർക്കുമുള്ള അവസാനത്തെ ഗ്രന്ഥവും കൂടിയാണ് വിശുദ്ധ ഖുർആൻ. എന്തുകൊണ്ട് ഈ ഖുർആനിനെ ലോകം അംഗീകരിക്കുന്നുവെന്നതിനെ സംബന്ധിച്ചുള്ള ബുദ്ധിജീവികൾ കണ്ടെത്തിയ ഏതാനും ചില പോയിന്റുകളാണ് ഇന്ന് നാം വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യുന്നത്. ലോകത്ത് പല ഗ്രന്ഥങ്ങൾ അവതരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ദൈവികമെന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. 2. 23 വർഷങ്ങൾ കൊണ്ട് അവതരിച്ച ഖുർആൻ വൈരുദ്ധ്യങ്ങളോ അബദ്ധങ്ങളോ ഇല്ലാത്ത ഏക ഗ്രന്ഥം. 3. കൃത്യതയും വ്യക്തതയും സൂക്ഷ്മതയും പദപ്രയോഗത്തിലും ആശയത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഏക ഗ്രന്ഥം. 4. വസ്തുതയെപ്പറ്റിയുള്ള എണ്ണവും ശാസ്ത്ര പരാമർശങ്ങളും 21-ാം നൂറ്റാണ്ടിനോട് ഏറെ സമരസപ്പെടുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. 5. ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാക്കന്മാർക്കുണ്ടായിരുന്ന അബദ്ധങ്ങൾ പോലും 6-ാം നൂറ്റാണ്ടിൽ അവതരിച്ച ഈ ഗ്രന്ഥത്തിൽ കാണുന്നില്ല. അതാണ് ഖുർആൻ. 6. ഭാഷാപ്രയോഗത്തിലും സാഹിത്യത്തിലും നിസ്തുലതയും അദ്വിതീയവുമാണ് ഈ ഗ്രന്ഥം. 7. ജീവിത ലക്ഷ്യത്തെപ്പറ്റിയും ദൃഷ്ടിഗോചരമല്ലാത്ത ഭാവിയെപ്പറ്റിയും കൃത്യവും വ്യക്തവുമായ ദിശാബോധം നൽകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. 8. 1400 ആണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോൾ ശത്രുക്കൾ അതിനെ കളവാക്കുകയുണ്ടായി. അപ്പോൾ ഖുർആൻ വെല്ലുവിളിച്ചു, എങ്കിൽ നിങ്ങൾ ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരുവീൻ. 1400 ആണ്ടുകളായി ഖുർആൻ്റെ വെല്ലുവിളി ഇന്ന് വരെ ആർക്കും ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് വിശുദ്ധ ഖുർആൻ. 9. ചരിത്രാതീത കാലത്തുള്ള വസ്തുതകൾ വരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഖുർആൻ വെട്ടിത്തുറന്ന് പറഞ്ഞതിന് പിന്നീട് ശാസ്ത്രത്തിൻ്റെയും സാഹചര്യങ്ങളുടെ പിൻബലത്തിൽ തെളിയിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. 10. വൈയക്തികവും സാമൂഹികവും കുടുംബപരവുമായ ജീവിതം സമാധാനപൂർണമായി നയിക്കാൻ വേണ്ടി ഏറ്റവും പ്രായോഗികവും ശാസ്ത്രീയവുമായ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. 11. വിസ്മയവും അത്ഭുതവും നൽകിക്കൊണ്ട് സർവകാലികവും സർവലൗകികവും സർവജനീനവുമായ ഖുർആൻ അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അവതരിച്ച ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ആ മഹൽ ഗ്രന്ഥത്തെപ്പറ്റി നമുക്ക് കൂടുതൽ പഠിക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.